ഹായ്. എന്താണ് ഇലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായം? ഒരുപാടുണ്ട് പറയാൻ, ബട്ട് എല്ലാം പറയുന്നില്ല. സ്ത്രീകളെ കഴിവുകെട്ടവരായി കാണിക്കാൻ നാണമില്ലാത്ത ഊച്ചാളി രാഷ്ട്രീയ പാർട്ടികളാണ് പലതും. സ്ത്രീകൾക്ക് ഫ്രീ ബസ് യാത്ര, കോളേജുകളിൽ ഫ്രീ പഠനം, മാസം പെൻഷൻ, സ്ത്രീകൾക്ക് വസ്ത്രം. ഇത്തരം എന്തെങ്കിലും പിച്ചയും ഔദാര്യം ഇട്ടുകൊടുത്ത് അവറ്റകൾ വോട്ട് ചെയ്യും. ഒരു ഗുണമില്ലാത്തവരാണെന്നൊക്കെ കരുതിയാണോ ഈ നാണം കെട്ട ആനുകൂല്യങ്ങൾ വോട്ടിന് വേണ്ടി ഞങ്ങൾക്ക് വെച്ച് നീട്ടുന്നത്? നിഷ്പക്ഷ നിലപാടും സമത്വവുമാണ് വേണ്ടതെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ വേണം, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം വേണ്ട. സ്ത്രീകൾക്ക് മാത്രമായി ഇത്തരം ആനുകൂല്യങ്ങൾ നൽകാൻ പറയുന്നവർ തിരിച്ചറിവില്ലാത്ത പമ്പര വിഡ്ഢികളാണോ എന്നൊരു സംശയം ബുദ്ധിയുള്ള ഏത് സ്ത്രീകളുടെ മനസ്സിലും വരുമെന്നത് മറക്കണ്ട. വോട്ട് ചെയ്യുന്ന എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിച്ച ശേഷം വോട്ട് തെണ്ടാൻ വരണം, അല്ലാതെ ഇങ്ങനെ നാണം കെട്ടുള്ള ഇടപാട് വേണ്ട. കാരണം ഞങ്ങളുടെ വീട്ടിലും ആണുങ്ങളുണ്ട്. അവർക്കില്ലാത്ത ആനുകൂല്യങ്ങൾ എന്തിനു ഞങ്ങൾക്ക്? ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടില് അച്ഛനും ആൺമക്കളും ആങ്ങളമാരും ഒന്നുമില്ലേ? അപ്പോഴേ ഇതൊക്കെ സ്ത്രീയായ ഞങ്ങൾക്ക് മാത്രം മതിയോ? നിങ്ങൾ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും ഈ ആനുകൂല്യങ്ങളൊന്നും വേണ്ടേ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ എന്ന്? ഒരു കാര്യം കൂടെ പറയാം. എണീറ്റ് നടക്കാനാവതില്ലാത്തവരും എഴുത്തും വായന അറിയാത്തവരും വയസ്സായവരെയൊക്കെ മാറ്റി നല്ല വിവരവും വിദ്യാഭ്യാസവും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഭരണത്തിൽ വരണം. ശരിയല്ലേ? അതാണ് വേണ്ടത്, അല്ലാതെ മുതുകളവന്മാരല്ലല്ലോ. പ്ലീസ്. കേരള ജനത മുഴുവനും ഈ സത്യം മനസ്സിലാക്കട്ടെ. നിങ്ങൾ പങ്കുവച്ച ന്യായമായ അഭിപ്രായങ്ങൾക്ക് നന്ദി.